മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം. എഴുതിയതും എഴുതപ്പെടാത്തതുമായ ഭാരത ചരിത്രം തിരുത്തിക്കുറിച്ചതിനും തിരുത്താതെ കുറിച്ചതിനും ഈ നാട് ഒരരങ്ങായിരുന്നു. അതിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് ബോംബെ. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണെങ്കിലും വ്യാവസായിക തലസ്ഥാനം ബോംബെയാണ്. ഇന്ത്യക്കാരൻ ഉണ്ണണമോ ഉടുക്കണമോ എന്നും, കാറിൽ നടക്കണമോ സൈക്കിളിൽ നടക്കണമോ എന്നും, ടെറൈൻ ഷർട്ട് ഇടണമോ കോട്ടൺ ഷർട്ട് ഇടണോ, ഏത് പേന കൊണ്ടെഴുതണം, എന്തെഴുതണം, ഏത് പുസ്തകം വാങ്ങിച്ച് അവൻ്റെ കുട്ടികൾ പഠിക്കണം, ഏത് കണ്ണട വെച്ച് അവൻ ലോകം കാണണം, ഇതെല്ലാം നിർണയിക്കുന്നത് ബോംബെയിലെ വ്യവസായ ഭീമന്മാരാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയം മാത്രമല്ല, ഒരളവിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് ഇവരുടെ കയ്യിലാണ്. ഇന്ന് മാത്രമല്ല, പണ്ടെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലത്തും. എന്നിഞ്ഞു വന്നു നീ പൂങ്കാറ്റേ, ഓരോരോ തീരം തേടി പോകും കുഞ്ഞിക്കാറ്റേ. വിൽക്കാനുണ്ടോ സ്വപ്നങ്ങൾ, സ്വർഗം തേടും മോഹങ്ങൾ, നിൽക്കൂ ചൊല്ലു പൂങ്കാറ്റേ. തെങ്ങില നീരിന്റെ നാട്ടിലും ഇങ്ങോടി വന്നോരൻ പൂങ്കാറ്റേ, ഓരോരോ തീരം തേടി പോകും കുഞ്ഞിക്കാറ്റേ. ദീപങ്ങളല്ലിങ്ങു കൺചിമ്മും തീരാദുഃഖങ്ങൾ, മേലെ മിന്നും കുമാനം, താഴെ കണ്ണീർ പാടങ്ങൾ. ഓരോരോ പയ്യാരം കൈമാറി ഊരിരുൾ കൂട്ടിലുറക്കൊഴിക്കാൻ, വെള്ളാരംകുന്നിൽ പാട്ട് മൂളും ചെല്ലക്കാറ്റെ. വിൽക്കാനുണ്ടോ സ്വപ്നങ്ങൾ, സ്വർഗം തേടും മോഹങ്ങൾ, നിൽക്കൂ ചൊല്ലു പൂങ്കാറ്റേ. പൊന്നോണപ്പൂവിന്റെ നാട്ടീന്നും എന്നിഞ്ഞു വന്നു നീ പൂങ്കാറ്റേ, ഓരോരോ തീരം തേടി പോകും കുഞ്ഞിക്കാറ്റേ. പാട്ടിൻ പന്തങ്ങൾ തീരത്ത് കത്തുമ്പോ, ചേറി പൂക്കും ചെന്താരിൻ മാറിൽ നിന്നും ദുഃഖങ്ങൾ, ഈറനക്കീടുന്നൊരീണങ്ങൾ പുറത്ത് പാടുന്നൊരാപ്പാടി, പൊന്നാരിൻ കൊയ്യും പാട്ട് പാടും കന്നിക്കാറ്റെ. വിൽക്കാനുണ്ടോ സ്വപ്നങ്ങൾ, സ്വർഗം തേടും മോഹങ്ങൾ, നിൽക്കൂ ചൊല്ലു പൂങ്കാറ്റേ. പൊന്നോണപ്പൂവിന്റെ നാട്ടീന്നും എന്നിഞ്ഞു വന്നു നീ പൂങ്കാറ്റേ, ഓരോരോ തീരം തേടി പോകും കുഞ്ഞിക്കാറ്റേ.
മിസ്റ്റർ ചന്ദ്രകുമാറിന് ചാർജ് എടുക്കുകയാണല്ലേ? യെസ് സർ. ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. രാഹുകാലത്തിന്റെ മറ്റു പ്രശ്നമൊന്നുമില്ലല്ലോ മിസ്റ്റർ ചന്ദ്രകുമാർ? എനിക്ക് അങ്ങനെയൊന്നുമില്ല സർ. സർ. മിസ്റ്റർ ചന്ദ്രകുമാർ, ഹോം മിനിസ്റ്റർക്ക് നിങ്ങളെ ഒന്ന് കാണണം. മലയാളിയാണ്, അറിയാമല്ലോ. നിങ്ങളുടെ അമ്മാവൻ പറഞ്ഞു കാണുമല്ലോ. ഓ സർ. കഴിക്കണം മിസ്റ്റർ ചന്ദ്രകുമാർ. വേണ്ട സർ, ഞാൻ കഴിക്കാറില്ല. കഴിക്കാറില്ലെന്നല്ലേ ഉള്ളൂ, കഴിച്ചിട്ടില്ലെന്നില്ലല്ലോ. പിടിക്കണം സാർ. ആരെത്തും പിയോയാ കഴിക്കടോ. ഈ ഫോർമാലിറ്റിയും പ്രോട്ടോകോളും ഒക്കെ പുറത്തു മതി. ഇവിടെ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ. നോക്കൂ മിസ്റ്റർ ചന്ദ്രകുമാർ, നമ്മൾ 3 പേരും ഇവിടെ വിദേശികളാണ്. അതായത് ഈ മണ്ണ് നമ്മുടേതല്ല. നമുക്ക് വളരാനുള്ള വളക്കൂറ് നാം തന്നെ ഉണ്ടാക്കണം. ചുരുക്കത്തിൽ നാം ഒന്നിച്ചു നിൽക്കണമെന്ന് സാരം. സാധാരണ ഒരു കീഴുദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ കമ്മീഷൻ എന്ന നിലയ്ക്ക് എന്നെ അറിയിക്കേണ്ടതാണ്. തന്റെ കേസിൽ അത് ഉണ്ടായില്ല. എന്റെ തലയ്ക്ക് മുകളിൽ കൂടി കാര്യങ്ങൾ നീങ്ങണമെന്ന് എന്റെ മാത്രമല്ല മേനോ സാറിന്റെ. അവിടെ മുകളിൽ ആർക്കോ നിർബന്ധമുള്ള പോലെ തോന്നി. സർ, ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അതല്ല ചന്ദ്ര, പഴയ ബ്രിട്ടീഷുകാരന്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇവന്മാർ ഇനിയും കൈവിട്ടിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ അറിയാതെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായാൽ സ്വാഭാവികമായി നമ്മൾ ശത്രുക്കളാവണമല്ലോ. അതുണ്ടാകരുതെന്നേ പറഞ്ഞുള്ളൂ. അയ്യോ സർ, ശത്രുതയോ? ഇല്ല സർ. എന്റെ ബോസിന്റെയും ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്ററുടെയും വെറുപ്പ് സമ്പാദിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിന്നാൽ പലതും ചെയ്യാൻ കഴിയും. പലതും ചെയ്യാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ ഡെയറിംഗ് ആയിട്ടുള്ള ഒരു യങ് ബ്ലഡിനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഡെയറിംഗ് ആയ മാത്രം പോരാ, വിശ്വസ്തനായ ഒരാളെ. തന്നിൽ നിന്നും ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കട്ടെ. തീർച്ചയായും സർ. എന്താ ഡൽഹിയിൽ നിന്നുള്ള നിങ്ങളുടെ മിഷൻ, ഐ മീൻ ദൗത്യം? അത് ധൈര്യമായിട്ട് പറയാം. എന്തിനും ഞങ്ങളുടെ സഹകരണം ഉണ്ടാവും. അണ്ടർവേൾഡ്? യെസ് സർ. ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും? വെറും ഊഹം. കള്ളക്കടത്ത് വേട്ട, അണ്ടർവേൾഡിന്റെ ഒതുക്കൽ, വരിതി നിൽക്കാത്ത വ്യവസായ ഭീമന്മാരുടെ വീട്ടിൽ ഇൻകം ടാക്സ് റൈഡ്, ചീപ്പ് പൊളിറ്റിക്കൽ റിവെഞ്ചിന് ഇതിനേക്കാൾ പറ്റിയ മാർഗമേത്? സർ, ഞാൻ താൻ വെറും സ്കേപ്പ് ഗോട്ടാണോ? ബലിയാട്. ബോംബെ അണ്ടർവേൾഡിന്റെ ശക്തിയും വേരുകളും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എനിക്കറിയാം സർ. എങ്കിലും ഒന്ന് ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഓഫ് കോഴ്സ്, നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഞാനത് തുടങ്ങുകയാണ്. വെരി ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. സർ, എനിക്കിന്ന് മറ്റൊരു അപ്പോയിന്റ്മെന്റ് കൂടിയുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ... തീർച്ചയായും, ഗോ അഹെഡ്. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. എവിടെ ഇവൻ ഒരു നിരക്ക് പോകുന്ന ജാതിയല്ല. അണ്ടർവേൾഡ് എന്ന് പറയുമ്പോ കാർലോസ് ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പാ. അയാളെ ഒഴിവാക്കാൻ പറയാതിരുന്ന എന്താ? പ്രയോജനമില്ല. ചെക്കന്റെ പിടി വലിയ കൊമ്പത്തല്ലേ. അവനിപ്പോ ധൃതി വെച്ച് പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? മുഖ്യന്റെ വീട്ടിലേക്ക്. അവിടെ അവന്റെ അമ്മാവനുണ്ടാവും, കേരള ചീഫ് മിനിസ്റ്റർ. എങ്ങനെ അറിഞ്ഞു? വെറും ഊഹം. ഊഹം തെറ്റാൻ പാടില്ലല്ലോ. നമ്മുടെ ആള് പോയിട്ടുണ്ട് പിറകെ. आपको मालूम है मेरा बॉम्बे ट्रिप एक पॉलिटिकल सीक्रेट है, किसी को खबर नहीं। घबराइए नहीं, मैं किसी को नहीं बताऊंगा। शंकर जी, आपको तो मालूम है कि आजकल राजनीति में, खासकर शासन पर कायम रहने के लिए आजादी की लड़ाई में स्वयं भाग लेना या आपका बाप दादाओं का भाग लेना कोई एसेट नहीं है. इट्स नॉट इनफ इफ यू बिलोंग टू अ पेट्रियोटिक फैमिली और अ पेट्रियोटिक ट्रेडिशन. व्हाट यू नीड टुडे इज मनी एंड मसल पावर. काफी सारा धन और कुछ निडर साथी. मैं यहां का मुख्यमंत्री जरूर हूं, लेकिन सिर्फ नाम के वास्ते. एक्चुअल पावर इज विद केजी मेनन, आपका गांव वाला. उनके पीछे एक आदमी है जो उनको धन और मैन पावर सप्लाई करता है. उसका नाम है कार्लोस. आई कांट कंपीट विद हिज मनी और गुंडाइज्म. मिस्टर चंद्रकुमार, मैंने आपको इसीलिए खासकर यहां बुलाया है कि मैं चाहता हूं कि आप कार्लोस को ठिकाने लगा दें. आई वॉन्ट यू टू फिनिश हिम. बट व्हेन आई से फिनिश हिम, आई डोंट मीन यू कैच हिम और बीट हिम अप. आई वॉन्ट यू टू फिनिश हिम वंस फॉर ऑल. उसको हमेशा के लिए खत्म कर दीजिए. और इस मामले में आपको जितनी भी सहायता की जरूरत होगी मैं जरूर दूंगा. इसमें हमारा क्या फायदा होगा? मेरे लिए आपने अपने होने वाले दामाद को खतरे में डाला है. आई विल बी थैंकफुल टू यू ऑल माई लाइफ. शंकर जी, मैं आपका ये एहसान कभी नहीं भूलूंगा.
I know mere thanks is not the way to show my gratitude to you. ठीक है. My Bandra flat will be a wedding gift for Mr. Chandra Kumar. और आने वाले चुनाव में महाराष्ट्र में 2 सीटें राज्यसभा की आपके आदमियों के लिए. और कुछ चाहिए? മണ്ണിന്റെ മക്കൾ വാദം വന്നപ്പോൾ മേനോൻ ഇവിടെ നിന്നും കേരളത്തിൽ വരാൻ ഒരുങ്ങിയതായിരുന്നു. ബോംബെയിലെ വലിയ പ്രവർത്തന പരിചയത്തിന്റെ പബ്ലിസിറ്റി കൊണ്ട് കേരളത്തിൽ അയാൾ ഒരു റൗണ്ട് ചുറ്റി. അന്നത് എനിക്കൊരു ശല്യമാവല്ലോ എന്ന് കരുതി ഞാൻ ഒതുക്കി. അവന്റെ നക്ഷത്രം നന്നായി. അവൻ വീണ്ടും ഇവിടെ ഉറച്ചു. ആ ചൊറുക്ക് അവൻ എന്നോടുണ്ട്. അതിരിക്കട്ടെ, ഞാനിന്ന് കേരളത്തിലേക്ക് മടങ്ങിയ. നീ എന്ന് തുടങ്ങും? നാളെ തന്നെ. തുടക്കം ജലത്തിൽ നിന്ന് തന്നെ ആവട്ടെ, ദശാവതാരം തുടങ്ങിയതുപോലെ. हेलो टाइगर, बोट लाकर यहाँ पर रोक दो. उसके बाद सामान उतारना शुरू कर दो. वैन आपका इंतजार कर रही है. ओके, डू फास्ट. ओके, अभी कर लेंगे. ओवर. जग्गू, छोटी कस्सी रेडी है? बड़ी बोट के पास ले जाओ, जल्दी. यहाँ लगा दो. जल्दी जल्दी करो, जल्दी. पुलिस. मैं माइकल बोल रहा हूँ साहब, पुलिस अपना पीछे पड़ा है. अभी क्या करेंगे? ഗോഡൌൺ में मत रखो. ठीक है साहब, समझा.